ഇനി ഞാൻ 20 ഹവേഴ്സ് നോ ഫോൺ ചലഞ്ച് ആണ് ഗൈസ്. ഈ ചലഞ്ച് ചെയ്യാൻ വേണ്ടി ഞാൻ എന്റെ വാട്സപ്പിൽ ഞാൻ സ്റ്റാറ്റസ്. അതെ, ഇന്ന് തന്നെ ആരും വിളിക്കില്ല. എന്റെ മുന്നിൽ 20 മണിക്കൂറുണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെ തീർക്കണമെന്ന് എനിക്ക് നോ ഐഡിയ. അതെ, ആദ്യം തന്നെ ഞാൻ ന്യൂസ് പേപ്പർ എടുത്ത് വായിച്ചു. ഒരുപാട് നാളെ വായിച്ചിട്ട് എന്നാലും കുഴപ്പമില്ല. അടുത്തത് ഞാൻ പോകുന്നത് എന്റെ പല്ലിലെ കമ്പി ഒന്ന് മുറുക്കണം. അതുകൊണ്ട് നേരെ ഞാൻ ഡെന്റൽ ക്ലിനിക്കിന്റെ അടുത്ത് പോവുക. ക്ലിനിക്കിലും പോയി കണ്ടിട്ട് നേരെ വന്നപ്പോൾ എന്റെ ഒരു സബ്സ്ക്രൈബർ ഞാൻ കണ്ടു. അവനോട് 2 മിനിറ്റ് സംസാരിച്ചു. തിരിച്ച് ഞാൻ എന്റെ വീട്ടിലോട്ട്. ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്കറിയാം ഈ ചലഞ്ച് ഒരു പ്രത്യേക ഒരു ഫീൽ തന്നെയായി. എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രണ്ടുണ്ട് പ്രയോജനം. കുറച്ച് പേര് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇന്നൊരു ഡിഫറെന്റ് ഡേ ആണ്, അതുപോലെ ഡിഫറെന്റ് ഫീൽസും ആണ്. എന്റെ ചലഞ്ചിന്റെ പകുതിയുള്ള സമയം ചെലവഴിച്ചിരിക്കുകയാണ്. ഇനിയും സമയം വേസ്റ്റ് ആക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനിയുള്ള സമയം ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകാം. ഇപ്പൊ കുറച്ചു നേരം ഉറങ്ങാം. റീൽസ് കാണാത്തോണ്ട് ഉറക്കവും വരുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടി ഗൈസ്. നമ്മുടെ പഴയ സാധനത്തിന് അങ്ങ് വിളിച്ചു വരും. യെസ്, നമ്മുടെ ബാലരമ്മ. കുറച്ചു നേരം നമ്മുടെ ബാലരമ്മയുടെ സ്റ്റോറിയും വായിച്ചിരുന്നു. ഇനി ഉണ്ണാൻ പോകണം. ചോറ് കഴിക്കാൻ നേരത്തെ എനിക്ക് നേരത്തെ ഫോൺ വേണമായിരുന്നു. പക്ഷെ ഇന്ന് ബാലരമ്മ വായിച്ച് ചോറ് ഞാൻ ഇറക്കി വെച്ച് ഗൈസ്. ഇപ്പൊ ഞാൻ പോകും. ഇന്നലത്തെ എന്റെ കോമ്പറ്റീഷന് മെഡൽ മേടിക്കാൻ പോവാണ്.